പള്ളിക്കാട്ടിലേക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്. ഇതാണ് അവന്റെ കബറ്. ഏകദേശം 10-11 വർഷമായോ മരിച്ചിട്ട്. പക്ഷേ ഓനക്ക് മറക്കാൻ കഴിയുന്നില്ലടാ, എന്താന്നറിയില്ല, അത്രത്തോളം ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ ഒരു കബറാണെന്നില്ലേ, ഈ ഒരു കബറും അപ്പുറത്തെ കബറൊക്കെ കുഴിക്കണ നേരത്ത് ഞാനും ഓനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ 2 കബറ് കുഴിക്കുന്ന നേരത്ത് ഇങ്ങനെയൊക്കെയാണല്ലേ കബറൊക്കെ കുഴിക്കുക, അതിൻ്റെ ഉള്ളിൽ കടക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാ അതിന്റെ തൊട്ടിപ്പുറം അവന്റെ കബറായി. പടച്ചവന്റെ ഓരോരോ കളിയല്ലേ. എന്തായാലും അവന്റെ കബറ് പഠിച്ചോ സ്വർഗ്ഗം പൂന്ന് പോയി കൊടുക്കട്ടെ. നിങ്ങളെല്ലാരും പ്രത്യേകം എന്റെ ചങ്ങായിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓക്കെ. ഒരുപാട് വീഡിയോസ് കാണുന്നതിൻ്റെ ഇടയിൽ മനസ്സിലൊരു പെടച്ചിൽ തോന്നിയ ഒരു വീഡിയോ. ഇത് അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. ബെസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഒരേ പ്രായത്തിലുള്ള നാട്ടുകാർ, അല്ലെങ്കിൽ ഒപ്പം പഠിച്ച ആരെങ്കിലും, അല്ലെങ്കിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ പടച്ചോൻ നേരത്തെ വിളിച്ചിട്ടുണ്ടാവും. എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഓലെ മറക്കാൻ പറ്റൂല. അനക്ക് ഓനെ മറക്കാൻ പറ്റില്ല എന്ന് വെച്ച് പറഞ്ഞില്ലേ, അപ്പം തന്നെ മനസ്സിലാക്കാം അവൻ എൻ്റെ എത്രത്തോളം നല്ല ഫ്രണ്ടാണെന്നുള്ളത്. നമ്മളൊക്കെ ഇടയ്ക്ക് ആലോചിക്കലുണ്ട് ഓലൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ എങ്ങനെയാകും എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിലത്തെ പള്ളിക്കാട്ടിലൊക്കെ പോകുമ്പോൾ ആ സ്ഥലം മൊത്തം ഒന്നിങ്ങനെ നോക്കലുണ്ട്. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും കൂടി നോക്കി, ഇതിലെവിടെയൊക്കാരും എൻ്റെ സ്ഥലം എന്നുള്ളത്. പടച്ചോൻ നമ്മളിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കബർ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ. ഒരുപാട് നമ്മളറിയണ അതേ പ്രായത്തിലുള്ള കൂട്ടുകാരന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പടച്ചോൻ കബർ ജീവിതം സുഖാക്കി കൊടുക്കട്ടെ.